ഞാനിപ്പോൾ ഇവിടെ അമ്പഴങ്ങ ഉപ്പിലിടുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. ആ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് കുറച്ച് ആറിയതിന് ശേഷം, തോനിയെ ആറണ്ട, നല്ല ചൂടുള്ള വെള്ളമാണിത്, അതിലേക്ക് ഉപ്പിടണം, 1 സ്പൂൺ ഉപ്പ്. ഇപ്പോൾ അമ്പഴങ്ങയ്ക്ക് കൂടുതൽ ഉപ്പൊന്നും വേണ്ട, നല്ല ആവശ്യത്തിന് ഉപ്പ് മതി, നമ്മൾ സാധാരണ ഇടുന്ന കണക്ക് ഉള്ള ഉപ്പ്. ഇനി ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ തലപ്പ് കീറിയ കാന്താരി മുളക്, തലപ്പ് ഇതുപോലെ കീറിയിട്ടുണ്ട് ഉണ്ട്. എല്ലാ മുളകിൻ്റെയും തലപ്പ് ഞാൻ ഇതുപോലെ കീറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കാന്താരി മുളക് കുറവായതുകൊണ്ട് ഒരു പച്ചമുളക് കൂടെ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഈ ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഇടാം. പിന്നീട് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിടി കറിവേപ്പില ഉരിയെടുത്ത് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഈ ചൂടായി ഇത്രയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് അമ്പഴങ്ങ കഴുകി ഉടച്ച് വെച്ചിരിക്കുന്ന ഈ അമ്പഴങ്ങ 2 വെട്ട് വെട്ടണം. 2 സൈഡിലായിട്ട് 2 വെട്ട് വെട്ടി അതിലേക്ക് ഇടണം. ഓരോ അമ്പഴങ്ങയും എടുത്ത് 2 സൈഡിലായിട്ട് ഓരോ വെട്ട് വെട്ടി അതിന് വെള്ളത്തിലോട്ട് ഇടണം. അമ്പഴങ്ങ ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. വേറെ സാധനം ഏറ്റവും ഉപ്പിലിട്ടതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അമ്പഴങ്ങയാണ്. വാങ്ങാൻ കിട്ടുമെങ്കിൽ, എവിടെന്നെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിച്ച് ഒന്ന് ഉപ്പിലിട്ട് നോക്കണം. അപ്പോൾ ഈ അമ്പഴങ്ങ ഉപ്പിലിട്ട് വെക്കുന്നതിന് വേണ്ടി ഇത് ആറിയതിന് ശേഷം ഞാനൊരു മൺകലമാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുപ്പിഭരണി ആയിരിക്കണം, അല്ലെങ്കിൽ കല്ലം ഭരണി ആയിരിക്കണം. ഇപ്പം അത് രണ്ടും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മൺകലമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോഴേ നേരത്തെ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാര്യം വെള്ളം കൂടുതലുള്ളത് കൊണ്ട് അമ്പഴങ്ങ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഉപ്പിൻ്റെ കയ്പ്പ് വേണ്ട. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വിനാഗിരി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമ്മൾ മൂടി വയ്ക്കും. അടച്ച് വെച്ച് നല്ലതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ആറിയ ശേഷം, നല്ലതുപോലെ തണുത്ത ശേഷം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നാളെ തൊട്ട് തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ പ്ലീസ്.